ചെങ്കടലിലൂടെ കടന്നുപോകുന്ന അമേരിക്കൻ കപ്പലുകളെ സംരക്ഷിക്കാൻ കഴിയാത്ത അമേരിക്കൻ ഭരണകൂടമാണോ ഇറാനെതിരെ കൊലവിളി നടത്തുന്നത്? ഇസ്രായേൽ ഗാസയ്ക്കെതിരെ എന്ന് തീതുപ്പാൻ തുടങ്ങിയോ അന്നു മുതൽ ഹൂതികൾ ചെങ്കടലിൽ അതിന്റെ പ്രതികാര നടപടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഹൂതികളെ പിന്തുണയ്ക്കുന്നു എന്ന കാരണത്താലാണ് ഇറാനെതിരെ അമേരിക്ക തിരിഞ്ഞതുപോലും. ഇപ്പോൾ ആണവ ചർച്ചകളിൽ എത്തി നിൽക്കുമ്പോഴും ഇറാന് ഭീഷണി മുഴക്കി തന്റെ വരുതിക്ക് നിർത്താമെന്നാണ് അമേരിക്ക ചിന്തിക്കുന്നത്. അവരോട് ഇറാന് ഒന്നേ പറയാനുള്ളൂ, ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതികളെ തൊടാനാകുന്നില്ല, പിന്നല്ലേ ഈ മഹാരാജ്യത്തെ. ഇറാന്റെ ഈ നിലപാട് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആണവ ചർച്ചകൾ അമേരിക്കയുടെ ഇഷ്ടപ്രകാരം നടന്നിട്ടില്ലെങ്കിൽ ഇറാനെ കത്തിക്കുമെന്ന് പറഞ്ഞ് നടക്കുകയാണ് അമേരിക്ക. ചെങ്കടലിലെ ചരക്കുകൾ വഹിക്കുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന ഹൂതികളെ നിലയ്ക്ക് നിർത്തുമെന്ന് പറഞ്ഞിട്ട് അവരുടെ രോമത്തിലൊന്നും തൊടാനായിട്ടില്ല, പിന്നെയല്ലേ ഇറാനെ കത്തിക്കാൻ നടക്കുന്നു. അമേരിക്കയുടെ വിരട്ടലൊന്നും അവിടെ ഏറ്റിട്ടില്ല. അമേരിക്കയുടെ മുന്നിൽ ആയുധം വെച്ച ഹൂതികൾ കീഴടങ്ങുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് നിങ്ങളുടെ വിഡ്ഢിത്തമാണെന്ന് തന്നെ തിരിച്ചറിയുക. മാർച്ച് 15 മുതൽ അമേരിക്ക യമനിൽ ആവർത്തിച്ച് ആക്രമണം നടത്തി വരികയാണ്. ദരിദ്ര രാഷ്ട്രമായ യമനെ പെട്ടെന്ന് വരുതിയിലാക്കാമെന്ന അമേരിക്കയുടെ ധാരണ ഒന്നാകെ തിരുത്തുന്നതായിരുന്നു ഈ വിഷയത്തിലെ യമന്റെ നിലപാട്. ചെറുത്തുനിൽപ്പ് തുടരാനും തോൽവി സമ്മതിക്കാതിരിക്കാനും അവർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. ചെങ്കടലിലെ ഹൂതികളുടെ സാന്നിധ്യം വളരെയേറെ കാലമായി അമേരിക്കയ്ക്ക് തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്. എന്ത് ചെയ്തിട്ടും ഹൂതികൾക്ക് അമേരിക്കയോടുള്ള നയം മാറുന്നതുമില്ല. അമേരിക്കയാണ് അവരുടെ മുഖ്യ ശത്രുവും. അമേരിക്കയുടെ പ്രതികാരം എപ്പോഴും സാധാരണക്കാരന് നേരെയാണല്ലോ നടക്കാറുള്ളത്. ഹൂതികളോടുള്ള ദേഷ്യത്തിന് അമേരിക്ക ലക്ഷ്യം വെച്ചിരിക്കുന്നതും യമനിലെ സാധാരണക്കാരെയാണ്. ഇതിനോടകം തന്നെ എണ്ണമറ്റ നിരപരാധികളായ സാധാരണക്കാരെ അമേരിക്ക കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏപ്രിൽ 2-ന് അമേരിക്കൻ ജെറ്റുകൾ പടിഞ്ഞാറൻ യമനിലെ ഒരു ജലസംഭരണി ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയപ്പോൾ 50,000-ലധികം ആളുകൾക്കാണ് കുടിവെള്ളം ഇല്ലാതായത്. കുടിവെള്ളം മുട്ടിച്ചാണ് അമേരിക്ക പ്രതികാരം ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കണം. വെള്ളവും ഭക്ഷണവും മുടക്കി ജനതയെ കഷ്ടപ്പെടുത്തുന്നതിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം തന്നെയാണ് അമേരിക്ക. അതുപോലെ തന്നെയാണ് ഇസ്രായേലും ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന വെള്ളവും ഭക്ഷണവും അടക്കം തടഞ്ഞുവെച്ചാണ് ഇസ്രായേലും ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുന്ന അമേരിക്കയും പ്രതികാര നടപടി ചെയ്യുന്നത്. യമനിലും അതുതന്നെയാണ് ഇപ്പോഴുള്ള അവസ്ഥ. യമനെതിരെയുള്ള പുതിയ ആക്രമണങ്ങൾ തുടരുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഏപ്രിൽ 4-ന് പുറത്തു വന്ന ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് യമനിൽ നിലവിലുള്ള ബോംബിംഗ് ക്യാമ്പയിൻ ഹൂതികളുടെ മിസൈലുകൾ, ഡ്രോണുകൾ, ലോഞ്ചറുകൾ എന്നിവയുടെ വിശാലമായ ഭൂഗർഭ ആയുധ ശേഖരം നശിപ്പിക്കുന്നതിൽ കാര്യമായ വിജയം അമേരിക്കയ്ക്ക് നേടാനായിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് അമേരിക്ക കാര്യമായി പരിശ്രമിച്ചുവെങ്കിലും യമനിൽ ഒരു മാറ്റവും സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചില്ല. യുദ്ധം ശക്തമാക്കാൻ അമേരിക്ക വെറും 3 ആഴ്ചയ്ക്കുള്ളിൽ $200 മില്യൺ മൂല്യമുള്ള യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചു. കൂടാതെ 2 വിമാനവാഹിനി കപ്പലുകൾ, അധിക B-2 ബോംബറുകൾ, യുദ്ധവിമാനങ്ങൾ, പാട്രിയറ്റ് താഡ് വ്യോമ പ്രതിരോധങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. എന്നിട്ടും പലതും ലക്ഷ്യങ്ങളിൽ ഒന്നും എത്താതെ പരാജയപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനിടയിൽ യമനെതിരായ ആക്രമണങ്ങൾക്ക് അമേരിക്ക വൻതുക ചിലവഴിച്ചിട്ടുണ്ടെന്നും ഹൂതികൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ വേണ്ടത്ര ഫലം കാണുന്നില്ലെന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇതോടെ അമേരിക്കൻ തന്ത്രത്തിന്റെ പാളിച്ചകളെയും വീഴ്ചകളെയും ചൂണ്ടിക്കാണിച്ച് വിവിധ തലത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഹൂതികളെ ഒതുക്കാൻ കഴിയാത്തവരാണോ ഇറാനെതിരെ ആയുധമെടുക്കുന്നത് എന്നത്. അതായത് നമുക്കറിയാവുന്നതാണ്, ഹൂതികളെ പിന്തുണയ്ക്കുന്ന മഹാരാജ്യം ഇറാൻ തന്നെയാണ്. ഇറാനാണ് അവർക്ക് വേണ്ട പണവും മറ്റ് ആയുധങ്ങളും ഒക്കെ നൽകുന്നത്. ഇതുതന്നെയാണ് ഇറാനോടുള്ള അമേരിക്കയുടെ ദേഷ്യത്തിനു കാരണം. അതേസമയം ട്രംപിന്റെ ഭരണകൂട ഉദ്യോഗസ്ഥർ സൈനിക നടപടി ഫലപ്രദമാണെന്നാണ് പറയുന്നത്. നിരവധി ഹൂതി നേതാക്കളെ കൊലപ്പെടുത്തിയത് വിജയത്തിന്റെ തെളിവാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് അടുത്തിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഹൂതികളുടെ മുതിർന്ന നേതൃത്വത്തെ ഒന്ന് തൊടാൻ പോലും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാണ് മറ്റ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാർച്ച് പകുതി മുതൽ ഹൂതികൾ ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണം തുടർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം ഈ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് അമേരിക്കയ്ക്ക് വിശ്വാസമില്ലെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഹൂതികൾ ലോകത്തിലെ 1-ാം നമ്പർ സൈന്യമുള്ള അമേരിക്കയുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ ശീലിച്ചിരിക്കുന്നു എന്ന് അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഹൂതികൾ യഥാർത്ഥത്തിൽ വടക്കൻ യമനിൽ നിന്നുള്ള വളരെ ശക്തരായ ഗോത്ര പോരാളികളാണ്. അതേസമയം ആക്രമണങ്ങൾ ഹൂതികളുടെ ദൃഢനിശ്ചയത്തെ ദുർബലപ്പെടുത്തുന്നതിനു പകരം അവരെ ധൈര്യപ്പെടുത്തുന്നതായി തോന്നുന്നുവെന്ന് യമനിലെ നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു. ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഹൂതികൾ നിരവധി അമേരിക്കൻ സൈനിക ഡ്രോണുകൾ ആക്രമിച്ചിട്ടുണ്ട്. അവയിൽ 3 IQ-9 റീപ്പറുകൾ ഉൾപ്പെടുന്നു. ഇവയ്ക്ക് ഓരോന്നിനും ഏകദേശം $30 മില്യൺ ചിലവ് വരുന്നത്. മാത്രവുമല്ല, അടുത്തിടെ പുറത്തുവന്ന
CNN ഒരു റിപ്പോർട്ടിലും ഹൂതികളുടെ ബലത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. യമനിലെ ഹൂതി പ്രസ്ഥാനമായ ഉഗ്രമായ പോരാളി എന്നാണ് CNN അടുത്തിടെ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് പറയുന്നത്. നിലവിലുള്ള സംഘർഷത്തിൽ അവരുടെ പ്രതിരോധ ശേഷിയും പൊരുത്തപ്പെടുത്തലും ഊന്നി പറയുന്നതാണ് ഈ റിപ്പോർട്ട്. ഗ്രൂപ്പിന്റെ തന്ത്രപരമായ സ്ഥാനനിർണയവും തന്ത്രങ്ങളും എതിർശക്തികൾക്ക് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ യമന്റെ തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നിന്നുള്ള കരസേനയുടെ ഇടപെടൽ സാധ്യതയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ ഉയരുന്നുണ്ട്. അത്തരമൊരു നീക്കം സംഘർഷത്തിൽ ഗണ്യമായ വർധനവിനും കാരണമാകും. ഇത് കരസേനയുടെ ചലനാത്മകതയെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഹൂതികളുടെ ഉറച്ച നിലപാടുകളും പ്രാദേശിക പിന്തുണയും കണക്കിലെടുക്കുമ്പോൾ കരയിലൂടെയുള്ള ഏതൊരു ആക്രമണത്തിനും അവരിൽ നിന്ന് ശക്തമായ പ്രതിരോധം നേരിടേണ്ടി വരുമെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പും നൽകുന്നു. അതേസമയം ഏപ്രിൽ 6-ന് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് അമേരിക്കയുമായി യമൻ സൈന്യം ചെങ്കടലിൽ ഏറ്റുമുട്ടുന്നുണ്ട്. യമനിലെ അൽ മസിറ TV ചാനൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രസ്താവനയിൽ രാജ്യത്തിന്റെ മിസൈൽ, UAV, നാവികസേന എന്നിവ വടക്കൻ ചെങ്കടലിൽ നിരവധി അമേരിക്കൻ യുദ്ധക്കപ്പലുകളുമായി ഏറ്റുമുട്ടുകയും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ USS ഹാരി എസ് ട്രൂമാൻ ഉൾപ്പെടെ ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് അവരെ കീഴ്പ്പെടുത്തിയതായും യമൻ സായുധ സേന സ്ഥിരീകരിച്ചു. മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഈ ഓപ്പറേഷൻ യമനിൽ കൂടുതൽ ആക്രമണാത്മക നടപടികൾ നടത്തുന്നതിൽ നിന്ന് അമേരിക്കയെ തടഞ്ഞുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഗാസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന അധിനിവേശത്തിൽ പ്രതിഷേധിച്ചാണ് യമനിലെ വിമത സംഘമായ ഹൂതികൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങിയത്. ഇതോടെയാണ് അമേരിക്കയും ഹൂതികളും തമ്മിൽ നിലവിലുള്ള പ്രശ്നങ്ങളും സംഘർഷങ്ങളും മുറുകി തുടങ്ങുന്നത്. യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗം ഒക്ടോബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകളെയാണ് പ്രധാനമായും ആക്രമിച്ചുകൊണ്ടിരുന്നത്. 2023 നവംബർ 19 മുതൽ ആരംഭിച്ച ആക്രമണത്തിൽ 20-ലധികം തവണ ഏകദേശം 12 കപ്പലുകളോളം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതോടെ ആഗോള എണ്ണയുടെ വിലയും വർദ്ധിക്കാൻ കാരണമായി. സബയൻ, ഹിമിയാറൈറ്റ്സ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പുരാതന നാഗരികതകളുടെ ആസ്ഥാനമായിരുന്നു മധ്യപൂർവേഷ്യയിലെ അറേബ്യൻ പെനിൻസുലയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ യമൻ എന്ന രാജ്യം. മതപരമായ വൈവിധ്യം ഉൾക്കൊള്ളുന്നുവെങ്കിലും ജനസംഖ്യയുടെ ഭൂരിഭാഗവും മുസ്ലിങ്ങൾ തന്നെയാണ്. സുന്നി, ഷിയ വിഭാഗങ്ങളാണ് ഇവയിൽ ഏറ്റവും പ്രധാനികൾ. അൻസാർ അല്ലാഹു എന്നറിയപ്പെടുന്ന ഹൂത്തി പ്രസ്ഥാനം ആദ്യമായി ഉത്ഭവിക്കുന്നത് യമന്റെ വടക്കൻ ഭാഗങ്ങളിലാണ്. പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഹുസൈൻ ബദ്രുദ്ദീൻ അൽ ഹൂതിയുടെ പേരാണ് പ്രസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത് പോലും. 1990കളുടെ തുടക്കത്തിൽ ഉയർന്നു വന്ന പ്രസ്ഥാനം സെയ്ദി ഷിയ വിഭാഗങ്ങൾക്ക് നേരെ നടന്ന വിവേചനങ്ങളെയും അടിച്ചമർത്തലിന്റെയും പ്രതികരണമെന്ന നിലയ്ക്കായിരുന്നു ഉയർന്നു വന്നത്. സുന്നി ഭൂരിപക്ഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വടക്ക് ഭാഗത്ത് സൈദികൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിരുന്നു. സെയ്ദി ഷിയ വിഭാഗം ചരിത്രപരമായി യമനിൽ രാഷ്ട്രീയ അധികാരം കൈവശം വെച്ചിരുന്നുവെങ്കിലും കാലക്രമേണ അവരുടെ സ്വാധീനം കുറഞ്ഞു വരികയായിരുന്നു. യമനിലെ വിദേശ ഇടപെടലിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ ശക്തിയായിട്ടാണ് ഹൂതി പ്രസ്ഥാനം പിന്നീട് സ്വയം രൂപപ്പെടുന്നത്. 2000കളുടെ തുടക്കകാലത്തിലാണ് അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും പിന്തുണയുള്ള യമൻ സർക്കാർ ഹൂതികളെ ലക്ഷ്യം വെച്ചിട്ടുള്ള അടിച്ചമർത്തൽ ആരംഭിക്കുന്നത്. ഇതോടെ സർക്കാർ വിരുദ്ധത അവിടെ പ്രകടമായി. സർക്കാർ വിരുദ്ധ വികാരങ്ങൾക്ക് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വലിയ രീതിയിൽ സംഭാവനയും നൽകി. 2014 യമൻ തലസ്ഥാനമായ സനയുടെ നിയന്ത്രണം ഹൂതികൾ ഏറ്റെടുക്കുകയും പിന്നീട് രാജ്യത്തുടനീളം തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കുകയും ചെയ്തതോടെ രാജ്യത്ത് സംഘർഷാവസ്ഥ രൂക്ഷമായി. ഇതോടെ യമൻ ഗവൺമെന്റ്, ഹൂതി വിമതർ, പ്രാദേശിക ശക്തികൾ എന്നിങ്ങനെ ചേരിതിരിഞ്ഞുള്ള സങ്കീർണമായ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയിലേക്ക് രാജ്യത്തെ നയിച്ചു. യമൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിനും ഹൂതി വിമതരെ നേരിടുന്നതിനുമായി 2015 US-ന്റെയും മറ്റ് സഖ്യകക്ഷികളുടെയും പിന്തുണയോടെ സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം ഈ സംഘർഷത്തിൽ ഇടപെട്ടു. വ്യാപകമായ കുടിയൊഴിപ്പിക്കൽ, ഭക്ഷ്യക്ഷാമം, തകർച്ചയുടെ വക്കിൽ നിന്നിരുന്ന ആരോഗ്യ സംരക്ഷണ സംവിധാനം എന്നീ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുകയായിരുന്നു സൗദിയുടെ ഈ ഇടപെടൽ. ഗുരുതരമായ മാനസിക പ്രതിസന്ധിയിലേക്കാണ് ഈ സംഘർഷം ചെന്നെത്തിയത്. വിവിധ പ്രാദേശിക, അന്തർദേശീയ തലങ്ങളിലുള്ള സംഘർഷങ്ങളുടെ ആഘാതം പേറുകയാണ് വിമത സംഘടനയായ ഹൂതി ഉൾപ്പെടെ ഇപ്പോഴുള്ള യമൻ. ഏകദേശം 20,000-ലധികം അംഗങ്ങളുള്ള സംഘടന പടിഞ്ഞാറൻ യമന്റെയും ചെങ്കടലിന്റെയും ചുമതല ഇന്ന് നിർവഹിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഒരു ദരിദ്ര രാഷ്ട്രമായിട്ട് പോലും യമനെ ആക്രമിക്കാനോ യമനെ കീഴ്പ്പെടുത്താനോ എന്തിന് ഹൂതികളെ നിലയ്ക്ക് നിർത്താനോ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. ഇവരാണ് ഇറാനെ കത്തിക്കാൻ നടക്കുന്നത് എന്നത് വലിയ ആക്ഷേപഹാസ്യം തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.